എത്രത്തോളം ഒരു ഗൗരവ സ്വഭാവമുള്ളതാണ്? എല്ലാ തെരഞ്ഞെടുപ്പുകളും ഗൗരവ സ്വഭാവമുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കേരളത്തിലെ സാമൂഹിക, രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു ഗൗരവ സ്വഭാവമുള്ളതാണ്? ചിലരൊക്കെ ആശങ്കപ്പെടുന്നത് പോലെ ഒരു ലാസ്റ്റ് ബസ്സാണോ ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം? ഫാദർ റോബിൻ. ഓരോ തെരഞ്ഞെടുപ്പും ജനാധിപത്യ പ്രക്രിയയിലെ ഓരോ നിർണായക ഘട്ടങ്ങളാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായി കുറേയേറെ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ സഭ കടന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യങ്ങള് എന്ന് വെച്ചാൽ ഒരു സമുദായം എന്ന രീതിയിൽ നമുക്കറിയാം, ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ചർച്ച കാണുന്നവർ പോലും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, അതായത് സഭ എന്തിനാ രാഷ്ട്രീയം പറയുന്നത്, വിശ്വാസത്തിൽ വിട്ടാൽ പോരെ. പക്ഷെ ഒരു സഭ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും സിസ്റ്റം എന്ന നിലയിൽ നമുക്ക് ചില നിലപാടുകൾ പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മളുടെ ജനം തെരുവിൽ കിടന്ന് വലിച്ചു ചീന്തപ്പെടുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ചങ്കുറപ്പോടെ ചില നിലപാടുകൾ പറയാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനത്തെ കുറിച്ച് വളരെ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ അതിന്റെ നടപടികളിലേക്ക് പോവുകയും ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അത്തരം ഒരു കാര്യം തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയായിട്ട് തന്നെ പ്രഖ്യാപിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളുടെ ജനപ്രതിനിധികളോട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരോട് സഭയും സഭാ സമൂഹ അംഗങ്ങളും ഒക്കെ ആവശ്യപ്പെടേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച JB കോശി കമ്മീഷൻ യഥാർത്ഥത്തില് കേരളത്തിന്റെ ക്രൈസ്തവരുടെ ദയനീയ അവസ്ഥ എന്താണെന്ന് തീർച്ചയായിട്ടും JB കോശി കമ്മീഷൻ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒക്കെ ഈ കമ്മീഷൻ തെളിവെടുത്തപ്പോ പല കാര്യങ്ങളുടെ പേരിൽ ഇതില് അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ആളുകൾ വന്ന് കൊടുക്കുന്ന എവിഡൻസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അത് വളരെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് പുറത്തു വിടാനായിട്ട് സർക്കാർ തയ്യാറായിട്ട്, പണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ബുദ്ധിവെച്ചതുപോലെ ലക്ഷങ്ങൾ പൊടിച്ച് തയ്യാറാക്കിയ JB കോശി കമ്മീഷൻ ഇങ്ങനെ മൂടി വെക്കുകയാണ്. അതായത് ഹേമ കമ്മീഷനിൽ ആരെങ്കിലും ഒക്കെ വെള്ള പൂസാനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആരെയും വെള്ള പൂസാനില്ല. ഒരു സമുദായത്തിന്റെ യഥാർത്ഥ ചിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് മുതലാളിമാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന അച്ചായന്മാരെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ ഇന്നത്തെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോ അത് സമൂഹം അറിയും. അതുകൊണ്ട് തന്നെ അത് അറിയാതിരിക്കാൻ വേണ്ടി കമ്മീഷൻ മറച്ചു വെക്കപ്പെടുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ മലയോര മേഖലയിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് വല്ലാതെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓരോ ദിവസവും എങ്ങനെ കർഷകരെ ദ്രോഹിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ സംവിധാനം. കുറച്ച് പട്ടയങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഇത്രയും കാലതാമസത്തിന്? എന്തിനാണ് പട്ടയം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തങ്ങ് തീർത്ത് ആ ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് അവകാശം കൊടുത്തു. എത്രയോ കാലമായി. ഇപ്പം ഈ സർക്കാർ മാത്രമല്ല, മുൻപുണ്ടായിരുന്ന ഇടത് വലത് സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. നമ്മൾ ഈ നാട്ടുഭാഷയിൽ പറഞ്ഞ ആടിനെ പ്ലാവല കാണിച്ച് ഇങ്ങനെ കൊണ്ടെടുക്കുന്ന പോലെ ഈ പട്ടയം തരാൻ പോണു ആ വിഷയം. വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ വന്യജീവികൾ കടിച്ചെറിയുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ മേല് മന്ത്രി അധികാര വർഗം കാണിക്കുന്ന വല്ലാത്തൊരു അവഗണനയുടെ തലങ്ങൾ. ഇപ്പോഴും ഈ 10 ലക്ഷം രൂപയാണ് ഒരു ആന ചവിട്ടി ഒരാളെ കൊന്നു കഴിഞ്ഞാൽ സർക്കാർ കൊടുക്കുക. അതിനപ്പുറത്തേക്ക് ഈ മനുഷ്യന്റെ ജീവന്റെ വില കാണാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. അപ്പം ഇത് പറയുമ്പം ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിക്കുന്നു. ഇത് ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു കമന്റായിട്ട് മാത്രം പറയരുത്. കാരണം ഇടതുപക്ഷം പ്രതിയാണ്. ഒപ്പം തന്നെ വലതുപക്ഷവും BJP യും ഒക്കെ ഈ കാര്യത്തില് പ്രതികളാക്കി മാറ്റപ്പെടുന്നത് തന്നെ. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ലോ നമ്മൾ സംസാരിക്കുക. വളരെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സഭയോട് സമൂഹത്തോട് കാണിക്കുന്ന ഒരു അവഗണനയാണ്. കൂടാതെ തന്നെ സമുദായത്തെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കാനും കൂടെ നിന്ന് ചതിച്ചവരോട് പകരം ചോദിക്കാനുള്ള ഒരു അവസരമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകരം ചോദിക്കുക എന്ന് പറയുന്ന വാക്കിനെ അതിനെ തെറ്റായ രീതി വ്യാഖ്യാനിക്കേണ്ട. കാരണം ഒരു സമുദായം എന്ന നിലയിൽ ക്രൈസ്തവർക്കും കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ നാളെ നമുക്ക് ഇവിടെ ജീവിക്കാനാവാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വേണ്ടി പറയാൻ ബാധ്യസ്ഥരായ, നമുക്ക് വേണ്ടി പറയേണ്ടതായ ജനപ്രതിനിധികള് നമുക്ക് വേണ്ടി പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യം മുൻപോട്ട് വെച്ചില്ല എന്ന് ചോദിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ വീടുകളിലേക്കൊക്കെ ജനപ്രതിനിധികൾ കടന്നു വരുമ്പോൾ, വോട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മുടെ JB കോശി കമ്മീഷനെ കുറിച്ചും പട്ടയ പ്രശ്നത്തെക്കുറിച്ചും വന്യജീവി പ്രശ്നത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകൾ നമ്മളുടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സ്പെഷ്യൽ സ്കൂളുകളിലും നേരിടുന്ന വലിയ അവഗണനകള്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിക്ക് മുമ്പിൽ വോട്ട് ചെയ്ത് പോകുന്ന ഒരു അത്രയ്ക്ക് വിഡ്ഢികളല്ല കേരളത്തിലെ ക്രൈസ്തവർ എന്നുള്ളത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. നമ്മൾക്ക് ക്രൈസ്തവ സമൂഹത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ നമ്മൾ ഒരിക്കലും അനാവശ്യമായ ഒരു കാര്യം ചോദിക്കാറില്ല.
നമ്മൾ ഒരിക്കലും എന്താ പറയുക പിടിച്ചു വാങ്ങാറില്ല. പക്ഷെ നമ്മൾ അവഗണിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, നാളത്തെ നമ്മുടെ സമൂഹം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ, അത് സർക്കാരിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് JB കൗശിക കമ്മീഷനൊക്കെ അത് സ്ഥാപിതമായതും. പക്ഷെ അതൊന്നും പുറത്തുവിടാനുള്ള ഒരു നിലപാടിലേക്കൊന്നും പോകത്തില്ല. അപ്പൊ അങ്ങനെ ഈ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമുദായത്തിന് വേണ്ടി ചോദിക്കാനായിട്ടുള്ള ഒരു നിലപാട് പറയാനുള്ള ഒരു ആർജവത്തിന്റെ സമയമായിട്ട് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് മാറേണ്ടതുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന തീവ്ര ചിന്തകൾ, ചില മത തീവ്രവാദ ചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകണം. നമ്മള് ഷക്കീനായുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ പലതവണ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് പോലെ മധ്യ കേരളത്തില് ചില പ്രത്യേക വിഭാഗത്തിലുള്ള തീവ്രവാദ ചിന്താഗതിക്കാര് വല്ലാതെ പിടിമുറുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അമർച്ച ചെയ്യുന്നതിൽ അത്തരം ചില കോംപ്രമൈസുകൾ കാണിക്കുന്നതിൽ ഇപ്പൊ നീതിന്യായ വ്യവസ്ഥിതിയിലും അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തിൽ പോലും ഇത്തരം ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചറിയാം. നമ്മളൊരു മതത്തിന് നമ്മൾ എതിരല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ എതിരല്ല. പക്ഷെ നമ്മൾ തീവ്രവാദത്തിനെതിരാണ്. അതുപോലെ തന്നെ ക്രൈസ്തവരെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് നമ്മൾ എതിരാണ്. അത് ചോദിക്കാനുള്ള അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുക. ഇത് ഏറ്റവും പ്രാദേശിക തലങ്ങളിൽപ്പെട്ട ജനങ്ങൾ, നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകര് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള ഏതൊരു സാധാരണക്കാരനും ചോദിക്കാനുള്ള ഒരു സ്പേസ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം പാർലമെന്റ് ഇലക്ഷൻ നിൽക്കുന്ന MP യോട് പോയി ചോദിക്കാൻ പറ്റില്ല. പക്ഷേ പഞ്ചായത്ത് മെമ്പറായി നിൽക്കുന്ന ആൾ വീട്ടിൽ വരുമ്പോൾ ചോദിക്കാൻ പറ്റും. അത് ചോദിക്കാനുള്ള ഒരു ആർജവത്വം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വ്യക്തമാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുമ്പോൾ വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ഈ ഈ വോട്ടർമാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബാധിക്കുന്ന ഒരു മറവി. അത് പ്രത്യേകതരം ഒരു മറവിയാണ്. രാഷ്ട്രീയ പാർട്ടികളെ തന്ത്രപരമായിട്ട് ആ മറവിയെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാസക്കാലം ഇങ്ങനെ വിവാദങ്ങൾ അഴിച്ചുവിടുന്നു, ചിലരുടെ വായിൽ നിന്ന് ചില എന്താ പറയുക വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നു. അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്താണ് നടന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു പുകമറ ഇങ്ങനെ സൃഷ്ടിച്ച ആ ഒരു മാസക്കാലം എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ ബേസ് ചെയ്തിട്ടൊരു വോട്ടിംഗ് പാറ്റേൺ അത് പലപ്പോഴും ഒരു അപജയമാണ്. ഞാൻ സൂചിപ്പിക്കാനുള്ള അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ലിസ്റ്റ് എടുക്കുകയായിരുന്നു. കേരളത്തിലെ 2021 മുതൽ നമ്മൾ മറക്കണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്. 2021 80-20 ആ ഒരു വിധി വന്നപ്പോൾ അതിനെതിരെ കേരള ഗവൺമെന്റ് അപ്പീലിന് പോയത്. UDF ഭാഗത്തുള്ള പ്രതികരണം നമുക്കറിയാം. 2021 നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് പാലാ പിതാവ് പരാമർശിച്ചപ്പോൾ പാർട്ടികൾ എവിടെ നിന്നു എന്നറിയാം. പിന്നെ കക്കുകളി വരുന്നു, JB കോശി കമ്മീഷൻ, കേരള സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പൂഞ്ഞാറിലെ വൈദികനെ ആക്രമിച്ച കാര്യങ്ങൾ, നമ്മളെ ഏറ്റവും ഒടുവിൽ നടന്ന മാർത്തോമ ഭവനിൽ നേരെ ആക്രമണം, പള്ളുരുത്തി സ്കൂളിന് നേരെ നടന്ന ആക്രമണം, അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം, വിദേശ കുടിയേറ്റം, അങ്ങനെ നിരവധി അനവധി പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുത്തു. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷം എന്താണ് ഇത്തരം വിഷയങ്ങൾ, ഞാൻ ഈ ചില വിഷയങ്ങൾ മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ, നിസ്കാര മുറി വിവാദം, നിർമ്മല കോളേജിൽ ഉൾപ്പെടെയുള്ള പല വിവാദങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുത്തു എന്ന് ആ ഒരു ഓർമ്മശക്തി, അതിനെപ്പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവർ അതിനെപ്പറ്റിയുള്ള ഒരു വിചിന്തനം നടത്തേണ്ട ഒരു സമയം തന്നെയല്ലേ ഫാദർ റോബിൻ? തീർച്ചയായിട്ടും. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിയുമ്പം രാഷ്ട്രീയ പാർട്ടികൾ വളരെ ബോധപൂർവമായിട്ട് ഒരു പ്രത്യേക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ഒരു മാസത്തിനുള്ളിൽ നടക്കും. കുറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും, കുറെ വിവാദങ്ങൾ ഉണ്ടാകും, കുറെ ലോക്കൽ ഇഷ്യൂസ് കൊണ്ടുവരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ വന്നു കഴിയുമ്പം ആളുകൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലോ അല്ലെങ്കിൽ വല്ലാത്തൊരു പുകമറയ്ക്കുള്ളിലായി പോകും. എന്താണ് സത്യം എന്ന് പോലും തിരിച്ചറിയാനാവാത്ത തരത്തിലുള്ള ഒരു സാധനം വരുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു അതിപ്രസരം ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഈ 4.25 വർഷം അല്ലെങ്കിൽ ഈ 4 വർഷവും 10 മാസവും ഇവരെന്താ ചെയ്തതെന്നുള്ളത് അങ്ങോട്ട് മറന്നുപോയിട്ട് അവസാനത്തെ 1.5 മാസം വെച്ച് മാത്രം വിധി എഴുതുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം നമ്മൾ പോലും ചിലപ്പോൾ അങ്ങനെ ഈ അവസാന കാലഘട്ടം മാത്രം മറന്നുപോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെങ്കിലും സംഭവിച്ച പഴങ്കഥയായിട്ട് മറ്റൊന്ന് മറന്നു പോവുകയും മറ്റൊന്നങ്ങനെ മറക്കുകയും ഇപ്പോഴുള്ള 2-3 ഇൻസിഡൻസ് വെച്ച് മാത്രം വിധി എഴുതുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും. എന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ക്രൈസ്തവ സമൂഹം നാളെ എന്തായിരിക്കണമെന്ന് കൃത്യമായിട്ട് വിലയിരുത്തപ്പെടുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം എന്താണെന്ന് വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ക്രൈസ്തവര് പലയിടങ്ങളിലും അവരുടെ ഒരു തനിമ കാണിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. നിലപാടുകൾ ആർജവത്തോടെ പറഞ്ഞായിരുന്നു. അതിന്റെ ഗുണം പിന്നീട് ഉള്ള നമ്മുടെ ചുരുങ്ങിയ വർഷം ക്രൈസ്തവർക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടുന്ന തലത്തിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഇപ്പൊ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർഗീയ ശക്തികളൊന്നുമല്ല. നമ്മൾ ഒരിക്കലും വർഗീയത പറയത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ദുരന്ത മുഖത്തൊക്കെ ആയിരിക്കും നമ്മൾ ഒരിക്കലും ഒരു വർഗീയതയോ മറ്റോ കാര്യങ്ങളോ ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല. പക്ഷെ ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ കിട്ടണം, നമുക്ക് കിട്ടേണ്ടതായ അവകാശങ്ങൾ കിട്ടണം, നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സമുദായത്തിൻ്റെതായ ചില നിലപാടുകൾക്ക് അംഗീകാരം കിട്ടണം. അപ്പൊ ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോവുകയും അപ്പൊ നമ്മൾ ഒരു ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ നമ്മൾക്ക് എന്തായിരുന്നു
ഈ ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എന്നുള്ളത് ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണി നല്ലതാണ് മോശമാണെന്ന് നമുക്ക് പറയാനാവില്ല. അവരെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് പറ്റുന്നത് പോലെ അവരെ ഉപദ്രവിച്ചിട്ടുമുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു കണ്ണു തുറന്ന് നമ്മളുടെ മാധ്യമ ലോകത്തേക്ക് അല്ലെങ്കിൽ വാർത്താ ലോകത്തേക്ക് കണ്ണു തുറന്ന് നോക്കാനുള്ള ഒരു ആർജവത്വം നമ്മുടെ വോട്ടേഴ്സിന് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്കൊരു നിലപാടിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ നിലപാടെന്ന് പറയുന്നത് പ്രശ്നാധിഷ്ഠിതമായ നിലപാടുകളിലേക്ക് ആയിരിക്കും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളായിട്ട് നമ്മുടെ യുവജനങ്ങൾക്ക് ഒരുപാട് മാറി വരുന്നുണ്ട് കേട്ടോ. ഒരു പാർട്ടിയുടെ അടിമകളല്ല ഒത്തിരി അധികം ആളുകളും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളല്ല. അതായത് നമുക്ക് നമ്മുടെ നിലപാടുകൾക്ക് അടിസ്ഥാനപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിനകത്ത് സമുദായം എന്ന നിലയിൽ സമുദായത്തിൻ്റെതായ അവകാശങ്ങൾക്ക് ഒരു പ്രത്യേകമായ സ്പേസ് ഉണ്ട്. ആ സ്പേസ് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. ഒരു ലാസ്റ്റായിട്ട് അച്ഛനോട് ഒരു ചോദ്യം കൂടി. അതായത് പലപ്പോഴും നമുക്ക് നിലവിലെ ഒരു സിനാരിയോ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ വോട്ടർമാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള വോട്ടർമാർ വിദേശ കുടിയേറ്റം മൂലം പലരും നാട്ടിലില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നാട്ടിലുള്ളവരെങ്കിലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയല്ലേ? അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കേണ്ടതല്ല? നമുക്ക് SIR പോലുള്ള കാര്യങ്ങൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സമ്മതിദാന അവകാശത്തെ സംബന്ധിച്ചുള്ള ഒരു നിസ്സംഗത കൈവിടിഞ്ഞ് അതിനെപ്പറ്റി അതിന്റെ ഒരു ഗൗരവത്തെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം കൂടി സമുദായത്തിന്റെ അല്ലെങ്കിൽ സമുദായ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ? പ്രത്യേകിച്ച് ഈ മാറിയ തീർച്ചയായിട്ടും. അതായത് ഒരു പൗരൻ വോട്ട് ചെയ്യുമ്പോൾ ആ നാടിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ അവനെ ഒരു വലിയ ഭാഗമാക്കാവുകയാണ്. അപ്പൊ ചെയ്യുന്ന വോട്ട് മുതലല്ല. അതായത് നമുക്കറിയാം, ഇപ്പൊ എത്ര മതേതരത്വം പറഞ്ഞാലും ഇപ്പൊ ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു കണക്കെടുക്കും. ഓരോ വാർഡിലും ഇത്ര മുസ്ലിം വോട്ടുണ്ട്, ഇത്ര ക്രിസ്ത്യൻ വോട്ടുണ്ട്, ഇത്ര ഹിന്ദു വോട്ടുണ്ട്, അതിൽ ഇത്ര സ്വാധീനിക്കാൻ കഴിയും, ഇത്ര പോകും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ തന്നെയുള്ള ഒരു വോട്ടെടുപ്പ് സംവിധാനം, ഒരു വോട്ട് കണക്ക് കൂട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഈ ചെയ്യപ്പെടുന്ന സമ്മതിദാനത്തിന് സമുദായത്തിന്റെ തലത്തിൽ മാത്രമല്ല, നല്ല കാൻഡിഡേറ്റ്സിനെ, ക്വാളിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ കൂടെ തന്നെ നമ്മുടെ ഇപ്പം നമുക്കറിയാം, കേരളം മുഴുവൻ ഇങ്ങനെയുള്ള ചില വിലയിരുത്തലുകൾക്ക് അടിസ്ഥാനത്തിലാണ് സീറ്റ് കൊടുക്കുന്നത്. ഇപ്പം ഇടതുപക്ഷമായാലും BJP ആയാലും ഇപ്പൊ BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാം അവർ ചെയ്യുന്ന കാര്യമാണ്. അതായത് ആ പ്രദേശത്തിന്റെ സാമുദായിക സന്തുലിതാവസ്ഥ തീർച്ചയായിട്ടും അവർ പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലായിടത്തും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്നുള്ളതല്ല. ക്രിസ്ത്യൻ മേഖലകളിൽ, നമുക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നമ്മുടെ സഭയോടും സമൂഹത്തോടും ചേർന്ന് നിൽക്കുന്ന ആളുകളെ ജനിപ്പിച്ചെടുക്കുക എന്നുള്ളത് സമുദായത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു ആവശ്യമാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ ഒരു പരീഷ് കമ്മ്യൂണിറ്റിയിൽ അർഹിക്കപ്പെട്ട ഒരാൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയിൽ പറയേണ്ട ഒരാളുണ്ടാകണം. അങ്ങനെ ഒരാളില്ലെങ്കിൽ, ഒരു മെമ്പർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പുറത്ത് നിന്ന് എത്ര ബഹളം വെച്ചാലും നമുക്ക് നടക്കത്തില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്, ഇപ്പൊ സഭയുടേതോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ ഏതെങ്കിലും ആവട്ടെ, തെറ്റായ രീതിയിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനായിട്ട്, അല്ലെ തെറ്റായ രീതിയിൽ അതിന്റെ ഏതെങ്കിലും അനുവാദങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അധികാരികളുടെ അടുക്കൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇടപെടൽ നടത്താൻ ഒരു പഞ്ചായത്ത് മെമ്പർക്കേ കഴിയുള്ളൂ. അത് ഒരു പഞ്ചായത്ത്, ഇപ്പൊ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ പഞ്ചായത്ത് മെമ്പർക്ക് വലിയ അധികാരങ്ങളുണ്ട്, വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ നിലപാടുകളും സഭയോടുള്ള മനോഭാവവും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാകണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അപകടമാകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേരിന് ക്രിസ്ത്യാനി ആയിരിക്കുന്ന ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ പേരും വേണം, സഭയുടെ സപ്പോർട്ടും എല്ലാം വേണം. പക്ഷെ സഭയോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥത ഇല്ലാത്ത കുറെ ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകളെ തെരഞ്ഞു പിടിച്ചു തോൽപ്പിക്കാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ ക്രിസ്ത്യാനി കാണിച്ചില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്ത് കാണിക്കുക. പലപ്പോഴും ക്രൈസ്തവ നാമധാരികളായിരിക്കും, പലപ്പോഴും ഒക്കെ പള്ളിയോടൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ സഭയോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥത ഇല്ലാത്ത ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന അതിന്റെ നേട്ടം മാത്രം ലക്ഷ്യം ആളുകൾ ധാരാളമുണ്ട്. അത്തരം ആളുകളെ തെരഞ്ഞു പിടിച്ചു തോൽപ്പിക്കാനുള്ള ഒരു ആർജവത്വം നമ്മുടെ വിശ്വാസികൾക്കുണ്ടാകണം. ഇവരെ നമുക്ക് പറ്റുന്നല്ലെന്ന് പറയാനുള്ള ചങ്കുറപ്പ് നമ്മുടെ വികാരിച്ചന്മാർക്കും നമ്മുടെ പള്ളി കൈകാരന്മാർക്കും ഉണ്ടാകണം. കാരണം മാത്രം ഒരാൾ വോട്ട് ചെയ്യപ്പെടാൻ പാടില്ല. ഇപ്പം എന്താ പറയുക, ഇപ്പൊ സഭയോട് ആത്മാർത്ഥത കാണിക്കാത്ത ഒരു ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ സമുദായത്തിന് ബാധ്യതയാവുന്ന ഒരു ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ ഒരു അക്രൈസ്തവന് നിന്നാല് ഇവൻ ബാധ്യതയാവുന്നവനാണെങ്കിൽ അവനെ തോൽപ്പിക്കുക തന്നെ വേണം. അക്രൈസ്തവനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അതോടൊപ്പം തന്നെ എല്ലാ ഇടങ്ങളിലും നമുക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നിലപാടുകൾ എടുക്കാനുള്ള ആർജവത്വമൊക്കെയാണ്. പല ഇടങ്ങളിലും ഒക്കെ ഇപ്പം പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തില് പരിഗണിക്കപ്പെടേണ്ടവരാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാൻ ആ പാരിഷ് കമ്മ്യൂണിറ്റികൾ, ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിനൊക്കെ ഒരു വലിയ റോൾ ഉണ്ട് അതിനകത്ത്.
അപ്പൊ അങ്ങനെ അത് ഇന്ന മുന്നണിയൊന്നുമില്ല, ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ BJP ഒന്നുമില്ല. നമുക്ക് പറയാൻ കഴിയുന്ന ഇടങ്ങളിൽ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ സഭയ്ക്കും സമുദായത്തിനും നാടിനും നല്ലതായിരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്ക് വിടാനായിട്ടുള്ള അങ്ങനെ ഒരു സ്ഥാനാർത്ഥികളെ പോലും ചോദിച്ചു വാങ്ങാനുള്ള ആർജവത്വം തീർച്ചയായിട്ടും നമുക്ക് കാണണം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഗീയതയുടെ പേരിലല്ല, നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് അനിവാര്യമാണ്.